എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ആയാലോ? വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്മൂത്തി തന്നെയാണ്. ഈ ഒരു സ്മൂത്തിയിലോട്ട് നമ്മൾ ഷുഗറോ അതുപോലെ തന്നെ പാലോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ തീർച്ചയായിട്ടും ഇത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാകും. പിന്നെ നമുക്ക് മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യം വരികയില്ല. ഈ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ? ആദ്യം നമുക്ക് ഒരു ബദാം മിൽക്ക് തയ്യാറാക്കി എടുക്കണം. ഒരു 10 പീസോളം ബദാം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണിത്. ഇനി നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. 3 ടേബിൾ സ്പൂണ് റോസ്റ്റഡ് ആയിട്ടുള്ള ഓട്സ് ആണ് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് ഇനി ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ബ്ലാക്ക് റൈസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷുഗറോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റിൻ്റെ ആ ഒരു മധുരമാണ് നമ്മുടെ ഈ സ്മൂത്തിക്കുള്ളത്. ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഫൈബറാണ്. അതുപോലെ തന്നെ നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗും കൂടെയാണ് ഈ ബ്ലാക്ക് റൈസൻസ് എന്ന് പറയുന്നത്. 3 വാൾനട്ടും അതോടൊപ്പം 1 ഡേറ്റ്സുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ചിയാ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചിയാ സീഡ്സിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ അടിച്ചെടുത്തിരുന്ന ബദാം ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിരുന്ന ആ ഒരു ബദാം മിൽക്കിലാണ് ഈ ഒരു കൂട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. ഞാൻ തലേദിവസം രാത്രിയിലാണ് ഇത് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നമുക്ക് ഈ ഒരു നട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും സോക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കിൽ വേണമെങ്കിലും സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കാലത്ത് നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓട്സും ചിയാ സീഡും എല്ലാം നല്ല രീതിയിൽ സോക്കായി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചിയാ സീഡ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നീ തലേദിവസം രാത്രി തന്നെ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. കുറഞ്ഞതൊരു 2-3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഓട്സിലോട്ട് ഞാനൊരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയി തീരും. അതോടുകൂടി നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ പേരയ്ക്കയാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ആപ്പിളോ പഴമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലായി തീരുകയും ചെയ്യും. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്മൂത്തീസ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് ഇതുപോലെയുള്ള സ്മൂത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ വയറ് ഫില്ലാകും. നമുക്ക് ഉച്ചവരത്തേക്ക് നല്ല ഫില്ലായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പംകിൻ സീഡ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകില്ല. ഡിന്നറിനാണെങ്കിലും ഇതുപോലെയുള്ള സ്മൂത്തീസൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് വളരെയധികം നല്ലത്. ആരോഗ്യകരമായ ശരീരത്തിന് ഇതുപോലെയുള്ള സ്മൂത്തീസൊക്കെ ഡെയിലി ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതേ ഫ്രൂട്ട് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ആപ്പിളോ പഴമോ എന്തെങ്കിലും പേരയ്ക്കയ്ക്ക് പകരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നട്ട്സ് ആണെങ്കിലും ഇത്രയും എടുക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലുമൊക്കെ നട്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളവയൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസ് തയ്യാറാക്കാം. ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.